പറയണ്ടേ? അതിലെന്തെങ്കിലും തീരുമാനമാക്കണോ? ഇതൊക്കെ സ്കൂളിൽ നിന്ന് വന്ന പാടന്നെ പരിപാടികൾക്ക് പഠിക്കാൻ പ്രാക്ടീസിന് പോന്നെ. ഒരു റെസ്റ്റ് ഇല്ല. എന്നിട്ട് ഉമ്മാന്റെ വഴക്ക് കേൾക്കുന്നേ, ഉസ്താന്റെ പഠിക്കാത്തതിന് വഴക്ക് കേൾക്കുന്നേ, ഇതെല്ലാം കേൾക്കുന്ന നമ്മ. എന്നിട്ടോ പരിപാടിയിൽ പോയിട്ട് കിട്ടുന്നതോ നമ്മളെല്ലാം സഹിക്കുന്നത്. എനിക്ക് പരിപാടി പോയിട്ട് കിട്ടുന്ന സമ്മാനം ഈ ചട്ടി, ഇങ്ങനത്തെ പാത്രം, ഇതെല്ലാം വെക്കുന്നിനി. ഇതെല്ലാം ഇട്ട് വെക്കാനാ ബുക്ക് പെന്നല്ലോ. നമുക്കൊരു ഉപകാരം ഇല്ലാലോ. 3 കൊല്ലായി ചട്ടി പാത്രം. എന്റെ ഇക്കൊല്ലതാ ഇത്. ഇനി അടുത്ത കൊല്ലം എന്താണോ ഉസ്താദ് സങ്കടം കൊണ്ട് പറയുന്നു. അടുത്ത കൊല്ലെങ്കിലും ചട്ടി, ഇങ്ങനത്തെ ചട്ടിയും പാത്രം ഒന്നും വേണ്ട. നമ്മളല്ലേ കാണാണ്ട് പഠിക്കുന്നതും പരിപാടികളിൽ അവതരിപ്പിക്കുന്നതും. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോയിങ് ബുക്കെങ്കിലും തന്നൂടെ? എന്തിനാ ഇങ്ങനത്തെ ചട്ടിയും പാത്രം വരുന്നത്? 100% ഞാൻ നിന്റെ കൂടെയാണ്, ഈ മോന്റെ കൂടെ തന്നെയാണ്. കാരണം കൃത്യമാണ്, വ്യക്തമാണ്, കണ്ണു തുറക്കേണ്ടതാണ് ഈ അഭിപ്രായ പ്രകടനം. 19 വർഷമായില്ലേ ഇതുപോലെ തന്നെ പോകുന്നത്. ആ കുട്ടി പറഞ്ഞ തമാശ രൂപേണ കാണേണ്ട ഒരു കാര്യമല്ല. 50 ലക്ഷത്തിന്റെ വീടെടുക്കാൻ കഴിവുള്ള രക്ഷിതാവിന് ഒരു ബാത്റൂമിലേക്ക് ഒരു ബക്കറ്റ് വാങ്ങാനുള്ള കാശും ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് കുട്ടികൾ കലാപരിപാടികളും മറ്റും നടത്തിയാൽ അവർക്ക് നൽകുന്ന സമ്മാനം അവർക്ക് എല്ലാ കാലവും ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ളതായിരിക്കണ്ടേ. അത് എന്തെങ്കിലും ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന എന്തൊക്കെ ഉപകരണങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കിട്ടാനുണ്ട്? അങ്ങനെ വല്ലതും ചെയ്തുകൂടെ? അല്ലെങ്കിൽ അവർക്ക് വായിക്കാനുള്ള വല്ല പുസ്തകങ്ങളും നൽകിക്കൂടെ അറിവ് സമ്പാദിക്കാൻ? അല്ലെങ്കിൽ അവർക്ക് നടാനൊരു ചെടി നൽകിക്കൂടെ? അതല്ലെങ്കിൽ അവർക്ക് തന്നെ കളിക്കാൻ ഫുട്ബോളോ ക്രിക്കറ്റ് ബോളോ അല്ലെങ്കിൽ ടെന്നീസ് ബാറ്റോ അങ്ങനെ വല്ലതും കൊടുത്തുകൂടെ? അവർക്ക് നേരിട്ട് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ കൊടുക്കാം, പെന്ന് കൊടുക്കാം, അങ്ങനെ എന്തെങ്കിലും ഉപകരണങ്ങൾ കൊടുത്തൂടെ? എന്തിനാണ് എത്ര കാലമായി ഇതുപോലെ തന്നെ 1ാം സമ്മാനം ബക്കറ്റ്, 2ാം സമ്മാനം പാട്ട, 3ാം സമ്മാനം ഗ്ലാസ്, ഇങ്ങനെയൊക്കെ വീട്ടുപകരണങ്ങൾ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഇത്രയും കാശ് ചെലവാക്കി വീട് എടുക്കാൻ കഴിവുള്ള ഒരു രക്ഷിതാവിന് ഒരു ബക്കറ്റ് വാങ്ങാനും ഒരു പാട്ട വാങ്ങാനും കാശുണ്ടാവില്ലേ? വലിയ രീതിയിൽ സമ്മാനം, 1ാം സമ്മാനം നേടിയ സമ്മാനം എന്ന് കരുതിയിട്ട് 2 ദിവസം കെട്ടിപ്പിടിച്ച കുട്ടികൾ അത് ആ ബക്കറ്റും കൊണ്ട് നടക്കും. 3ാമത്തെ ദിവസം അത് ഉമ്മയെടുത്ത് ബാത്റൂമിൽ വെക്കും. അപ്പൊ തീർച്ചയായിട്ടും ആ കുട്ടി പറഞ്ഞതിൽ വളരെ ഗൗരവകരമായ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന മുഴുവൻ ആൾക്കാർ ഇത് പരമാവധി ഷെയർ ചെയ്യണം. എല്ലാ മഹല്ലുകളിലേക്കും ഈ വൈകിയ വേളയിലെങ്കിലും എത്തുന്ന രീതിയിലേക്ക് ഇത് ഷെയർ ചെയ്യപ്പെടണം. അത് എല്ലാവരും കാണണം. ഈ വർഷം തന്നെ വല്ല മാറ്റവും വരുമെങ്കിൽ അത് നല്ലതല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.